ഹായ്, കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ വൈസ് പാരറ്റ് ആൻഡ് ദ ടോക്കറ്റീവ് പാരറ്റ്. വൈസ് എന്നാൽ അറിവുള്ള, ജ്ഞാനമുള്ള എന്നൊക്കെയാണ് അർത്ഥം. ടോക്കറ്റീവ് എന്നാൽ വായാടിയായ, വാചാലനായ, അധികം സംസാരിക്കുന്ന, ഇതൊക്കെയാണ് അർത്ഥം. വിവേകമുള്ള തത്തയും അധികം സംസാരിക്കുന്ന വായാടിയായ തത്തയും, ഇതാണ് കഥയുടെ തലക്കെട്ട്. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിക്കും. എ മാൻ വൺസ് ബോട്ട് 2 parrots ഫ്രം എ ഹണ്ടർ ഹൂ ഹാഡ് കോട്ട് ദം. എ മാൻ ഒരു പുരുഷൻ, വൺസ് എന്നാൽ ഒരിക്കൽ, പണ്ടൊരിക്കൽ, ഇതൊക്കെയാണ് അർത്ഥം. ബോട്ട് അദ്ദേഹം ബോട്ട് വാങ്ങി. ബൈ എന്നതിൻ്റെ പാസ്റ്റാണ് ബോട്ട്. ബൈ എന്നാൽ വാങ്ങുക, ബോട്ട് വാങ്ങി. എന്താണ് വാങ്ങിയത്? 2 parrots. പാരറ്റ് എന്നാൽ തത്ത. 2 parrots 2 തത്തകളെ. ഫ്രം എ ഹണ്ടർ ഒരു വേട്ടക്കാരൻ്റെ അടുക്കൽ നിന്നും. ഹണ്ടർ എന്നാൽ വേട്ടക്കാരൻ. ഹൂ ഹാഡ് കോട്ട് ദം. ഹൂ എന്നാൽ അദ്ദേഹം എന്നുള്ള അർത്ഥമാണ്. ആ വേട്ടക്കാരനെ പറ്റി പറയാനാണ് ഹൂ ഉപയോഗിച്ചിട്ടുള്ളത്. കോട്ട് എന്നാൽ ഇവിടെ പിടികൂടിയ എന്നുള്ള അർത്ഥമാണ്. ദം അവകളെ, ആ തത്തകളെ. പണ്ടൊരിക്കൽ ഒരു പുരുഷൻ ഒരു വേട്ടക്കാരൻ്റെ അടുക്കൽ നിന്നും 2 തത്തകളെ വാങ്ങി. ഹൂ ഹാഡ് കോട്ട് ദം അദ്ദേഹം പിടികൂടിയിട്ടുണ്ടായിരുന്ന. ദം എന്നാൽ അവകളെ, ആ തത്തകളെ അദ്ദേഹം പിടികൂടിയിട്ടുണ്ടായിരുന്ന, ആ വേട്ടക്കാരൻ പിടികൂടിയിട്ടുണ്ടായിരുന്ന 2 തത്തകളെ ഒരിക്കൽ അദ്ദേഹം വാങ്ങി. ദ മാൻ ട്രീറ്റഡ് ദം ലൈക്ക് ഹിസ് ഓൺ ചിൽഡ്രൻ. ദ മാൻ ആ പുരുഷൻ, ട്രീറ്റഡ്. ട്രീറ്റ് എന്നാൽ ഇവിടെ പരിചരിക്കുക എന്നുള്ള അർത്ഥമാണ്. ട്രീറ്റഡ് പരിചരിച്ചു. ദം അവകളെ, ആ തത്തകളെ. ലൈക്ക് എന്നാൽ പോലെ. ലൈക്ക് ഹിസ് ഓൺ ചിൽഡ്രൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം കുട്ടികളെ പോലെ അദ്ദേഹം ആ 2 തത്തകളെയും പരിചരിച്ചു. ദ എൽഡർ ഓഫ് ദം വാസ് ചാർലി. ദ എൽഡർ എന്നാൽ മൂത്ത, പ്രായം കൂടിയ. ദ എൽഡർ ഓഫ് ദം അവയിൽ, ആ 2 തത്തകളിൽ മൂത്തവൻ എന്തായിരുന്നു പേര്? വാസ് ചാർലി. ചാർലി എന്നായിരുന്നു ആ 2 തത്തകളിൽ ഒരു തത്തയുടെ പേര്, മുതിർന്ന തത്തയുടെ പേര്. ദ യങ്ങർ വൺ വാസ് ആൻ എക്സ്ട്രീംലി ടോക്കറ്റീവ് ബേർഡ്. ദ യങ്ങർ വൺ, യങ്ങർ എന്നാൽ പ്രായം കുറഞ്ഞ, ഇളയവൻ. വാസ് ആയിരുന്നു. ആൻ എക്സ്ട്രീംലി എന്നാൽ വളരെ അധികം എന്നുള്ള അർത്ഥമാണ്. ടോക്കറ്റീവ് എന്താണ്? വളരെയധികം. ടോക്കറ്റീവ് എന്നാൽ വായാടിയായ, അധികം സംസാരിക്കുന്ന, ഇതൊക്കെയാണ് അർത്ഥം. ബേർഡ് എന്നാൽ പക്ഷി. ആ 2 തത്തകളിൽ പ്രായം കുറഞ്ഞ തത്ത വളരെ അധികം സംസാരിക്കുന്ന ഒരു പക്ഷിയായിരുന്നു. ഹി ഡിഡിൻറ്റ് നോ വാട്ട് ടു സേ വെൻ ആൻഡ് ടു ഹും ടു സേ ഇറ്റ് ഈദർ. വെൻ ആൻഡ് ടു ഹും ടു സേ ഇറ്റ് ഈദർ. എപ്പോൾ ആരോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഹും എന്നാൽ ഇവിടെ ആരോട് എന്നുള്ള അർത്ഥമാണ്. വെൻ എന്നാൽ എപ്പോൾ എന്നുള്ള അർത്ഥമാണ്. ഈദർ എന്നാൽ ഏതും അറിയില്ലായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഈ മുമ്പ് പറഞ്ഞ ആരോട്, എപ്പോൾ, എവിടെ, എന്തു പറയണം, ഈ പറഞ്ഞതിൽ ഏതും അറിയില്ല എന്ന് കാണിക്കാനാണ് ഈദർ ഉപയോഗിച്ചിട്ടുള്ളത്. ഈദർ എന്നുള്ളത് ഐദർ എന്നും പറയാറുണ്ട്. ഐദർ എന്നുള്ളത് ഇന്ത്യൻ ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനാണ്. ഈദർ എന്നുള്ളത് അമേരിക്കൻ പ്രൊനൗൺസിയേഷനാണ്. സോ ഹി വെരി ഓഫൺ ഗോട്ട് ഇൻ ടു ട്രബിൾ. സോ എന്നാൽ അതുകൊണ്ട്, ആയതിനാൽ. അവന് എപ്പോൾ, എവിടെ, എന്ത്, എങ്ങനെ, ആരോട് സംസാരിക്കണമെന്ന് അറിയില്ല. അതിനാൽ എന്നുള്ള അർത്ഥമാണ് സോ. ഹി വെരി ഓഫൺ അവൻ പലപ്പോഴും, അധിക സമയത്തും, ഇതൊക്കെയാണ് അർത്ഥം. ഗോട്ട് ഇൻ ടു ട്രബിൾ പ്രശ്നത്തിൽ അകപ്പെട്ടു. ദ ചാർലി ടോൾഡ് ഹിം ടു ബി സെൻസിബിൾ ആൻഡ് കീപ് ക്വയറ്റ്.
ദ ചാർലി ടോൾഡ് പറഞ്ഞു ഹിം അവനോട്, ആ പ്രായം കുറഞ്ഞ തത്തയോട്. ചാർലി പ്രായം കൂടിയ തത്തയാണ്. ആ പ്രായം കൂടിയ ചാർലി എന്നു പേരുള്ള തത്ത അതിൻ്റെ ഇളയ തത്തയോട് പറഞ്ഞു. ടു ബി സെൻസിബിൾ എന്നാൽ വിവേകമുള്ള എന്നുള്ള അർത്ഥമാണ്. ടു ബി എന്നാൽ ആയിരിക്കുക. അപ്പോൾ എന്താണ് ചാർലി അവനോട് പറഞ്ഞത്? ടു ബി സെൻസിബിൾ, വിവേകമുള്ളവനായിരിക്കാൻ. ആൻഡ് കീപ് ക്വയറ്റ് എന്നാൽ സൗമ്യമായ, ശാന്തമായ, മൗനമായ, ഇതൊക്കെയാണ്. കീപ് ക്വയറ്റ് എന്നാൽ മൗനം പാലിക്കുക. അപ്പോൾ എന്താണ് ചാർലി അവനോട് പറഞ്ഞത്? ടു ബി സെൻസിബിൾ എന്താണ്? വിവേകമുള്ളവനായിരിക്കാനും അതുപോലെ മൗനം പാലിക്കാനും എന്താണ് ചാർലി അവനോട് പറഞ്ഞു. ബട്ട് ദ യങ്ങർ പാരറ്റ് നെവർ ലിസൺഡ് ടു എനി അഡ്വൈസ്. പക്ഷേ ദ യങ്ങർ പാരറ്റ്, യങ്ങർ എന്നാൽ പ്രായം കുറഞ്ഞ പാരറ്റ്, പ്രായം കുറഞ്ഞ തത്ത. നെവർ ലിസൺ എന്നാൽ അനുസരിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. നെവർ ലിസൺഡ് ഒരിക്കലും അനുസരിച്ചില്ല. ടു എനി അഡ്വൈസ് ഒരു ഉപദേശവും. ദ മാൻ ഹാഡ് ടു ട്രാവൽ ടു അനദർ സിറ്റി ഓൺ വർക്ക്. ദ മാൻ ഹാഡ് ടു ട്രാവൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യണമായിരുന്നു. ഈ തത്തകളുടെ യജമാനനായിട്ടുള്ള പുരുഷന് എന്താണ്? ഹാഡ് ടു ട്രാവൽ എന്നാൽ യാത്ര ചെയ്യണമായിരുന്നു. ട്രാവൽ എന്നാൽ യാത്ര ചെയ്യുക. ഹാഡ് ടു ട്രാവൽ യാത്ര ചെയ്യണമായിരുന്നു, അതല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ടി വന്നു, ഇതൊക്കെയാണ് അർത്ഥം. ടു അനദർ സിറ്റി മറ്റൊരു പട്ടണത്തിലേക്ക്. അനദർ എന്നാൽ മറ്റൊരു, സിറ്റി എന്നാൽ പട്ടണം. മറ്റൊരു പട്ടണത്തിലേക്ക് അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഓൺ വർക്ക് ജോലിക്ക് വേണ്ടിയിട്ട്, ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മറ്റൊരു പട്ടണത്തിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. When he was leaving, he told the two parrots. When he was leaving, അദ്ദേഹം പോയപ്പോൾ. He told അദ്ദേഹം told പറഞ്ഞു. The two parrots ഈ രണ്ട് തത്തകളോടും. To keep an eye on his wife in his absence. ഇതാണ് അദ്ദേഹം പോയ സമയത്ത് പറഞ്ഞു. Keep an eye on നന്നായിട്ട് നിരീക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് ഇതിന്. ഹിസ് വൈഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നന്നായിട്ട് നിരീക്ഷിക്കുക. ഇൻ ഹിസ് ആബ്സെൻസ് എന്നാൽ അസാന്നിധ്യം. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നന്നായിട്ട് നിരീക്ഷിക്കുക. ഇതാണ് അദ്ദേഹം പോകുന്ന സമയത്ത് ആ തത്തകളോട് പറഞ്ഞത്. ആൻഡ് to tell him about her when he returned. And to tell him നിരീക്ഷിച്ച് പറയുക. him അദ്ദേഹത്തോട്. about her അവളെ പറ്റിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പറ്റിയിട്ട്. when he returned അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പറ്റിയിട്ട് പറയുക. now the man's wife was not a good woman. Now ഇപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞു. ഓക്കെ. ദ മാൻസ് വൈഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വാസ് നോട്ട് എ ഗുഡ് വുമൺ ഇപ്പോൾ അത് ഒരു നല്ല സ്ത്രീ ആയിരുന്നില്ല. വുമൺ എന്നാൽ സ്ത്രീ, വിമൻ എന്നാൽ സ്ത്രീകൾ. ഓക്കെ. വാസ് നോട്ട് എന്നാൽ ആയിരുന്നില്ല എന്നുള്ള അർത്ഥമാണ്. എ ഗുഡ് വുമൺ ഒരു നല്ല സ്ത്രീ. And when the man was away, she got into bad company. And അങ്ങനെ when the man was away അദ്ദേഹം ദൂരെ ആയിരുന്നപ്പോൾ. away എന്നാൽ ദൂരെ. when the man was away അദ്ദേഹം ദൂരെ ആയിരുന്നപ്പോൾ. she got into bad company അവൾ മോശം കൂട്ടുകെട്ടിലായി. കമ്പനി എന്നാൽ കൂട്ടുകെട്ട്, സംഘം, തുണ, ചങ്ങാത്തം, ഇതൊക്കെയാണ് അർത്ഥം. ബാഡ് എന്നാൽ മോശം. As soon as the man went away, his wife invited her bad friends. As soon as എന്നാൽ ഉടനെ തന്നെ എന്നുള്ള അർത്ഥമാണ്. As soon as the man went away അദ്ദേഹം ദൂരേക്ക് പോയതും ഉടനെ തന്നെ
ഹിസ് വൈഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇൻവൈറ്റഡ് എന്താണ് ക്ഷണിച്ചു ഹെർ ബാഡ് ഫ്രണ്ട്സ് അവളുടെ മോശപ്പെട്ട സുഹൃത്തുക്കളെ അവൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. ആൻഡ് ദേ വുഡ് മീറ്റ് എവരി ഡേ അങ്ങനെ ദേ വുഡ് മീറ്റ് അവർ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. വുഡ് മീറ്റ് എന്നാൽ ഇവിടെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. എവരി ഡേ എല്ലാ ദിവസവും. ദ ഹൗസ് വാസ് എ മെസ് ആസ് ഷീ നെഗ്ലക്റ്റഡ് ഓൾ ഹെർ ഡ്യൂട്ടീസ്. ദ ഹൗസ് വാസ് എ മെസ്. മെസ് എന്നാൽ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ, അലങ്കോലപ്പെട്ട, താറുമാറായ, ഇതൊക്കെയാണ് അർത്ഥം. വീട് അലങ്കോലമായിട്ടുള്ള ഒരു അവസ്ഥയിലായി. ആസ് ഷീ നെഗ്ലക്റ്റഡ് ഓൾ ഹെർ ഡ്യൂട്ടീസ്. ഇതുകൊണ്ടാണ് വീട് താറുമാറായത്. എന്താണത്? ആസ് എന്നാൽ അതുകൊണ്ട്, ആയതിനാൽ. ഷീ നെഗ്ലക്റ്റഡ്. നെഗ്ലക്റ്റ് എന്നാൽ ശ്രദ്ധിക്കാതിരിക്കുക, ഗൗനിക്കാതിരിക്കുക, അവഗണിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഓൾ ഹെർ ഡ്യൂട്ടീസ്. ഡ്യൂട്ടി എന്നാൽ ജോലി, കർത്തവ്യം, ഇതൊക്കെയാണ് അർത്ഥം. ഓൾ ഹെർ ഡ്യൂട്ടീസ് അവളുടെ എല്ലാ ജോലികളും. അവളുടെ എല്ലാ ജോലികളും അവൾ അവഗണിച്ചത് കാരണം എന്തായി? വീട് അലങ്കോലപ്പെട്ട അവസ്ഥയിലായി. ഷീ നെവർ ആക്റ്റഡ് ആസ് എ ഗുഡ് ഹൗസ് വൈഫ് ഹൂ ഡിഡ് ഓൾ ഹൗസ് ഹോൾഡ് ചോസ്. ഷീ നെവർ ആക്റ്റഡ്. ആക്ട് എന്നാൽ പ്രവർത്തിക്കുക എന്നുള്ള അർത്ഥമാണ്, പെരുമാറുക, ഇതൊക്കെയാണ് അർത്ഥം. ഷീ നെവർ ആക്റ്റഡ് അവൾ ഒരിക്കലും പ്രവർത്തിച്ചില്ല. ആസ് എ ഗുഡ് ഹൗസ് വൈഫ് ഒരു നല്ല വീട്ടമ്മയായിട്ട്. ഹൂ ഡിഡ് ഓൾ ഹൗസ് ഹോൾഡ് ചോസ് എല്ലാ വീട്ടുജോലികളും ചെയ്യുന്ന ഒരു നല്ല വീട്ടമ്മയായിട്ട്. അത്തരത്തിലുള്ള ഒരു വീട്ടമ്മയെ പോലെ അവൾ ഒരിക്കലും എന്തായില്ല? പ്രവർത്തിച്ചില്ല, അല്ലെങ്കിൽ ജോലി ചെയ്തില്ല എന്നാണ് പറയുന്നത്. ചോ എന്നാൽ വീട്ടുജോലി എന്നുള്ള അർത്ഥമാണ്. ഹൗസ് ഹോൾഡ് ചോസ് എന്നാൽ വീട്ടുജോലികൾ. ദ ടു പേരൻറ്റ്സ് വാച്ച്ഡ് ഹെർ. ദ യങ്ങർ വൺ വാസ് വെരി ഡിസ്റ്റർബ്ഡ് ബൈ ഹെർ ബിഹേവിയർ. ദ ടു പേരൻറ്റ്സ് ആ രണ്ട് തത്തകളും വാച്ച്ഡ്. വാച്ച് എന്നാൽ നിരീക്ഷിക്കുക. വാച്ച്ഡ് നിരീക്ഷിച്ചു. ഹെർ അവളെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആ രണ്ട് തത്തകളും നിരീക്ഷിച്ചു. ദ യങ്ങർ വൺ ആ ഇളയ തത്ത, പ്രായം കുറഞ്ഞ തത്ത, ആ വാസ് വെരി ഡിസ്റ്റർബ് എന്നാൽ ഇവിടെ അസ്വസ്ഥമാക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് എന്താണ്? ആ പ്രായം കുറഞ്ഞ തത്ത വാസ് വെരി ഡിസ്റ്റർബ്ഡ് നന്നായിട്ട് അസ്വസ്ഥയായി. വാസ് ഡിസ്റ്റർബ്ഡ് എന്നാൽ അസ്വസ്ഥയായി എന്നുള്ള അർത്ഥമാണ്. വെരി എന്നാൽ നന്നായിട്ട് അസ്വസ്ഥയായി. ബൈ ഹെർ ബിഹേവിയർ എന്താണ്? ഹെർ എന്നാൽ അവളുടെ, ബിഹേവിയർ എന്നാൽ പെരുമാറ്റം, അവളുടെ പെരുമാറ്റം കൊണ്ട്. ബൈ എന്നാൽ കൊണ്ട് എന്നുള്ള അർത്ഥമാണ് ഇവിടെ. അവളുടെ പെരുമാറ്റം കൊണ്ട് ആ പ്രായം കുറഞ്ഞ തത്ത നന്നായിട്ട് അസ്വസ്ഥയായി. ഹി ടോൾഡ് അവൻ പറഞ്ഞു, ആ തത്ത പറഞ്ഞു മറ്റേ തത്തയോട്, പ്രായം കൂടിയ തത്തയോട്. വി ഷുഡ് ടോക്ക് ടു ഹെർ ആൻഡ് സ്റ്റോപ്പ് ഹെർ. വി ഷുഡ് ടോക്ക് നമ്മൾ സംസാരിക്കണം. വി ഷുഡ് ടോക്ക് എന്നാൽ നമ്മൾ സംസാരിക്കണം. ടു ഹെർ അവളോട് നമ്മൾ സംസാരിക്കണം. ആൻഡ് സ്റ്റോപ്പ് ഹെർ എന്നിട്ട് അവളെ നിർത്തണം. ഈ മോശം പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്നും അവളെ തടയണം എന്ന് ഈ പ്രായം കുറഞ്ഞ തത്ത പ്രായം കൂടിയ തത്തയോട് പറഞ്ഞു. ഷീ വിൽ ബിക്കം മോർ വിക്കഡ് ഇഫ് ഹി ഡോണ്ട്. ഷീ വിൽ ബിക്കം അവൾ ആയിത്തീരും. ഷീ വിൽ ബിക്കം എന്നാൽ അവൾ ആയിത്തീരും. വിൽ ബിക്കം എന്നാൽ ആയിത്തീരും. ഷീ വിൽ ബിക്കം അവൾ ആയിത്തീരും. മോർ വിക്കഡ്. വിക്കഡ് എന്നാൽ ഹൃദയശൂന്യമായ, പാതകമായ, ചീത്തയായ, ഇതൊക്കെയാണ് അർത്ഥം. കൂടുതൽ എന്താണ്? ചീത്തയായതാകും. ഇഫ് ഹി ഡോണ്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നമ്മൾ അവളോട് സംസാരിച്ച് അവളെ അതിൽ നിന്നും എന്താണ് പിന്തിരിപ്പിച്ചിട്ടില്ലെങ്കിൽ അവൾ കൂടുതൽ ചീത്തയായതായി പോകുമെന്ന് ഈ തത്ത പറഞ്ഞു. ആൻഡ് ദ മാസ്റ്റർ ആസ്ക്ഡ് us ടു ലുക്ക് ആഫ്റ്റർ ഹെർ. ആൻഡ് ദ മാസ്റ്റർ എന്നാൽ ഇവിടെ യജമാനൻ. ആസ്ക്ഡ് എന്നാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടു ലുക്ക് ആഫ്റ്റർ ഹെർ
ലുക്ക് ആഫ്റ്റർ എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക എന്നുള്ള അർത്ഥമാണ്. ഹെർ അവളെ ശ്രദ്ധിക്കാൻ യജമാനൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ എന്നാൽ ഇവിടെ എന്തു തന്നെയായാലും എന്നുള്ള അർത്ഥമാണ്. എന്തു തന്നെയായാലും നമ്മളോട് അവളെ ശ്രദ്ധിക്കാൻ യജമാനൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദ ചാർലി സാറ്റ് കാംലി വാച്ചിങ് എവരിത്തിങ് എറൗണ്ട് ഹിം. ദ ചാർലി ആ പ്രായം കൂടിയ തത്ത സാറ്റ് എന്നാൽ ഇരുന്നു. കാംലി എന്നാൽ ശാന്തതയോടെ ശാന്തമായി ആ തത്ത ഇരുന്നു. വാച്ചിങ് നിരീക്ഷിച്ചുകൊണ്ട്. എന്ത് നിരീക്ഷിച്ചുകൊണ്ട്? എവരിത്തിങ് എറൗണ്ട് ഹിം എല്ലാം. എവരിത്തിങ് എന്നാൽ എല്ലാം. എറൗണ്ട് ഹിം അവൻ്റെ ചുറ്റുപാടും സംഭവിക്കുന്നത് എല്ലാം നോക്കിയിരുന്നു. എങ്ങനെ? ശാന്തമായിട്ട് നോക്കിയിരുന്നു. ഹി ടോൾഡ് ഹിസ് ബ്രദർ. അവൻ പറഞ്ഞു. ഹിസ് ബ്രദർ അവൻ്റെ സഹോദരനോട് പറഞ്ഞു. യു മസ്റ്റ് കീപ് ക്വയറ്റ് നീ തീർച്ചയായിട്ടും ശാന്തനാകണം ബ്രദർ സഹോദര. മസ്റ്റ് എന്നാൽ തീർച്ചയായിട്ടും എന്നുള്ള അർത്ഥം. യു മസ്റ്റ് കീപ് നീ തീർച്ചയായിട്ടും പാലിക്കണം. ക്വയറ്റ് ശാന്തത പാലിക്കണം. ബട്ട് ദ യങ്ങർ വൺ വാസ് ഇംപേഷ്യൻറ്റ്. പക്ഷേ ദ യങ്ങർ വൺ ആ പ്രായം കുറഞ്ഞ തത്ത ഇംപേഷ്യൻ്റ് എന്നാൽ അക്ഷമനായ, സഹിക്കാത്ത, ക്ഷമാശക്തിയില്ലാത്ത ഇതൊക്കെയാണ്. പക്ഷേ ആ ഇളയ തത്ത അക്ഷമനായിരുന്നു. ഹി മസ്റ്റ് അഡ്വൈസ് ദ വുമൺ. അവന് തോന്നി. ഫീൽ എന്നാൽ തോന്നുക, അതിൻ്റെ പാസ്റ്റാണ് ഫെൽറ്റ്. ഹി മസ്റ്റ് അഡ്വൈസ് എന്നാൽ ഗുണദോഷിക്കുക, ഇതാണ് അർത്ഥം. ഹി മസ്റ്റ് അഡ്വൈസ് അവൻ തീർച്ചയായിട്ടും ഗുണദോഷിക്കണം. ദ വുമൺ ആ സ്ത്രീയെ അവൻ തീർച്ചയായിട്ടും ഗുണദോഷിക്കണമെന്ന് അവന് തോന്നി. സോ ദ നെക്സ്റ്റ് ഡേ ഹി ആസ്ക്ഡ് ഹർ വൈ ഷീ വാസ് ഡൂയിങ് റോങ് തിങ്സ്. സോ അങ്ങനെ ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം അവൻ ആ തത്ത ആസ്ക്ഡ് ചോദിച്ചു. ഹെർ അവളോട്, ആ സ്ത്രീയോട് ചോദിച്ചു. വൈ ഷീ വാസ് ഡൂയിങ് റോങ് തിങ്സ് എന്തുകൊണ്ടാണ് അവൾ മോശം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ തത്ത അവളോട് അടുത്ത ദിവസം ചോദിച്ചു. ദ വുമൺ വാസ് ആംഗ്രി ദാറ്റ് ദ പാരറ്റ് ഡയേർഡ് ടു അഡ്വൈസ് ഹെർ. ദ വുമൺ ആ സ്ത്രീ വാസ് ആംഗ്രി ആ സ്ത്രീ ദേഷ്യപ്പെട്ടു. ദാറ്റ് ആയതിനാൽ എന്തുകൊണ്ട്? ദ പാരറ്റ് ഡയേർഡ് ആ തത്ത ഡയർ എന്നാൽ ധൈര്യപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ധൈര്യപ്പെട്ടു. ടു അഡ്വൈസ് ഹെർ അവളെ ഉപദേശിക്കാൻ. ടു അഡ്വൈസ് എന്നാൽ ഉപദേശിക്കാൻ. ഹെർ അവളെ ഉപദേശിക്കാൻ ആ തത്ത ധൈര്യപ്പെട്ടതുകൊണ്ട് അവൾക്ക് ദേഷ്യം വന്നു. ബട്ട് ഷീ പുട്ട് ഓൺ എ സ്വീറ്റ് വോയിസ് ആൻഡ് ഫേസ് ആൻഡ് കോൾഡ് ടു ഹിം. പക്ഷേ ഷീ പുട്ട് അവൾ സൂക്ഷിച്ചു. ഓൺ എ സ്വീറ്റ് വോയിസ് ഒരു മധുരമുള്ള ശബ്ദം. ആൻഡ് ഫേസ് മുഖവും. അവൾ പക്ഷേ ദേഷ്യം പിടിച്ചെങ്കിലും അവൾ ഒരു മധുരമുള്ള ശബ്ദത്തോടെയും അതുപോലെ ഒരു നല്ല മധുരമുള്ള നല്ലൊരു മുഖത്തോടു കൂടിയും കോൾ ടു ഹിം അവനെ വിളിച്ചു. കോൾഡ് എന്നാൽ വിളിച്ചു. ടു ഹിം അവനെ ആ തത്തയെ മൈ ഡിയർ ലിറ്റിൽ വൺ യു ആർ സോ റൈറ്റ് കം ടു മീ. മൈ ഡിയർ എൻ്റെ പ്രിയപ്പെട്ട എന്നുള്ള അർത്ഥം. ലിറ്റിൽ വൺ അതായത് ചെറിയ കുട്ടി, അതായത് സ്നേഹിച്ചിട്ട് വിളിക്കുകയാണ് മധുരത്തോടെ. യു ആർ സോ റൈറ്റ് നീ പറയുന്നത് ശരിയാണ്. കം ടു മീ എൻ്റെ അടുത്തേക്ക് വരൂ. ആൻഡ് ദ പാരറ്റ് ഫീലിംഗ് പ്രൗഡ് ദാറ്റ് ഹി ഹാഡ് ചേഞ്ച്ഡ് ഹെർ വിത്ത് ഹിസ് അഡ്വൈസ് ഫ്ലൂ ടു ഹെർ. ആൻഡ് ദ പാരറ്റ് അങ്ങനെ തത്ത ഫീലിംഗ് പ്രൗഡ് എന്നാൽ അഭിമാനം. തത്ത അഭിമാനം കൊണ്ടു. ദാറ്റ് എന്തുകൊണ്ടാണ്? ഹി ഹാഡ് ചേഞ്ച്ഡ് അവൻ മാറ്റി. ഹെർ അവൻ അവളെ മാറ്റി. വിത്ത് ഹിസ് അഡ്വൈസ് അവൻ്റെ ഉപദേശം കൊണ്ട്.
അവൻ്റെ ഉപദേശം കൊണ്ട് അവൻ അവളെ മാറ്റി എന്നുള്ള ഒരു അഭിമാനം കൊണ്ട് ഫ്ലൂ ടു ഹർ. ഫ്ലൂ എന്നാൽ പറന്നു എന്നുള്ള അർത്ഥമാണ്. ഫ്ലൂ പറന്നു, ടു ഹർ അവളുടെ അടുത്തേക്ക് പറന്നുപോയി. ഇമ്മീഡിയറ്റ്ലി ഷീ ഗ്രാബ്ഡ് ഹിം ആൻഡ് wrung ഹിസ് നെക്ക്. ഇമ്മീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന്. ഷീ ഗ്രാബ് എന്നാൽ പിടികൂടുക എന്നുള്ള അർത്ഥമാണ്. ഗ്രാബ്ഡ് പിടികൂടി, അവൾ പിടികൂടി, ഹിം അവനെ, ആ തത്തയെ. wrung ഹിസ് നെക്ക്. wrung എന്നാൽ ഞെരുക്കുക എന്നുള്ള അർത്ഥമാണ്. wrung ഞെരുക്കി, ഹിസ് നെക്ക് അവൻ്റെ കഴുത്ത് ഞെരുക്കി. അവൾ അവനെ പെട്ടെന്ന് പിടികൂടി അവൻ്റെ കഴുത്തിൽ ഞെക്കി, കഴുത്ത് ഞെരുക്കി. നെക്ക് എന്നാൽ കഴുത്ത്. ത്രോവിങ് ഹിം ഇൻ ടു ദ ഫയർ. ത്രോ എന്നാൽ എറിയുക എന്നുള്ള അർത്ഥമാണ്. ത്രോവിങ് എറിയുന്നു, ഹിം അവനെ എറിയുന്നു, ഇൻ ടു ദ ഫയർ തീയിലേക്ക്. ഫയർ എന്നാൽ തീ. പെട്ടെന്ന് അവൾ അവനെ പിടികൂടി അവൻ്റെ കഴുത്ത് ഞെരുക്കി, എന്നിട്ട് അവനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. ദ ചാർലി ഷുക്ക് ഹിസ് ഹെഡ് ആൻഡ് വാച്ച്ഡ് ഹിസ് ഫൂളിഷ് ബ്രദർ ഡൈ. ദ ചാർലി ആ പ്രായം കൂടിയ തത്ത, ഷുക്ക് ഹിസ് ഹെഡ്. ഷെയ്ക്ക് എന്നാൽ കുടയുക എന്നുള്ള അർത്ഥമാണ്. ഷുക്ക് കുടഞ്ഞു, ഹിസ് ഹെഡ് അവൻ്റെ തല കുടഞ്ഞു, ആൻഡ് വാച്ച്ഡ് തല കുടഞ്ഞ്, വാച്ച്ഡ് നിരീക്ഷിച്ചു, ഹിസ് ഫൂളിഷ് ബ്രദർ അവൻ്റെ ഫൂളിഷ് എന്നാൽ വിഡ്ഢിയായിട്ടുള്ള ബ്രദർ സഹോദരൻ ഡൈ ചാർലി അവൻ്റെ തല കുലുക്കിക്കൊണ്ട് അവൻ്റെ വിഡ്ഢിയായ സഹോദരൻ മരണപ്പെടുന്നത് നോക്കി നിന്നു. സം ടൈം ലേറ്റർ കുറച്ച് സമയത്തിന് ശേഷം ദ മാൻ റിട്ടേൺഡ് അവരുടെ യജമാനനായിട്ടുള്ള മനുഷ്യൻ റിട്ടേൺഡ് തിരിച്ചു വന്നു. He asked the parrot what his wife had been doing in his absence. അദ്ദേഹം asked ചോദിച്ചു, the parrot തത്തയോട് ചോദിച്ചു, what his wife had been doing എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, in his absence എന്നാൽ അസാന്നിധ്യം. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇദ്ദേഹം ഈ തത്തയോട് ചോദിച്ചു. ദ പാരറ്റ് സ്പോക്ക് ക്വയറ്റ്ലി. ദ പാരറ്റ് തത്ത സ്പോക്ക് എന്നാൽ സംസാരിച്ചു എന്നാണ് അർത്ഥം. സ്പീക്ക് എന്നാൽ സംസാരിക്കുക. സ്പോക്ക് സംസാരിച്ചു. ക്വയറ്റ്ലി ശാന്തമായി. മാസ്റ്റർ ദ വൈസ് ഡു നോട്ട് സ്പീക്ക് അൺലെസ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി. മാസ്റ്റർ യജമാനനെ വിളിക്കുകയാണ്. ദ വൈസ് എന്നാൽ ബുദ്ധിമാനായ ഒരു വ്യക്തി. ഡു നോട്ട് സ്പീക്ക് സംസാരിക്കാറില്ല. അൺലെസ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി. അബ്സല്യൂട്ട്ലി എന്നാൽ തീർച്ചയായും, പൂർണ്ണമായും, ഇതൊക്കെയാണ് അർത്ഥം. നെസസറി എന്നാൽ ആവശ്യമായ, അനിവാര്യമായ, കൂടാതെ കഴിയില്ലെന്നുള്ള, ഇതൊക്കെയാണ് അർത്ഥം. ആ തത്ത യജമാനനോട് പറഞ്ഞു, വിവേകമുള്ള ഒരു വ്യക്തി സംസാരിക്കാറില്ല. തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ ഒരിക്കലും ഒരു ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി സംസാരിക്കാറില്ല. അൺലെസ് എന്നാൽ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. വിവേകമുള്ള ഒരു വ്യക്തി സംസാരിക്കാറില്ല. പൂർണ്ണമായിട്ടും അത്യാവശ്യമുള്ള സമയം അല്ലെങ്കിൽ വിവേകമുള്ള വ്യക്തി സംസാരിക്കാറില്ല. തത്ത യജമാനനോട് പറഞ്ഞു. അൺലെസ് ഇത് വെച്ച് മറ്റൊരു ഉദാഹരണം നോക്കാം. അൺലെസ് യു പ്രാക്ടീസ് യു കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുകയില്ല. ആൻഡ് ദേ ഡു നോട്ട് ടോക്ക് ഓഫ് തിങ്സ് വിച്ച് ഡു നോട്ട് ബ്രിങ് ബ്ലെസ്സിങ്സ്. തത്ത പറയുകയാണ്, ആൻഡ് ദേ ഡു നോട്ട് ടോക്ക് അവർ സംസാരിക്കാറില്ല, വിവേകമുള്ളവർ സംസാരിക്കാറില്ല, ഓഫ് തിങ്സ് എന്ത് കാര്യങ്ങൾ, വിച്ച് അത്, ഡു നോട്ട് ബ്രിങ് ബ്ലെസ്സിങ്സ്. ബ്ലെസ്സിങ് എന്നാൽ ഇവിടെ സന്തോഷകരമായ കാര്യം എന്നുള്ള അർത്ഥമാണ്. സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാത്ത കാര്യങ്ങൾ
വിവേകമുള്ളവർ സംസാരിക്കാറില്ല. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക. വിച്ച് എന്നാൽ ഇവിടെ ആ കാര്യങ്ങൾ എന്നുള്ള അർത്ഥമാണ്, പറയുന്ന കാര്യങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ദേ ഡു നോട്ട് ടോക്ക് എന്നാൽ അവർ പറയാറില്ല എന്നുള്ള അർത്ഥമാണ്. ദേ ഓൺലി ടോക്ക് ഓഫ് ഓസ്പിഷ്യസ് തിങ്സ്. ഓസ്പിഷ്യസ് എന്നാൽ ഗുണകരമായ, മംഗളകരമായ, ഇതൊക്കെയാണ് അർത്ഥം. ഭാഗ്യം നൽകുന്ന, അനുയോജ്യമായ, ഇതൊക്കെയാണ് അർത്ഥങ്ങൾ. ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വിവേകമുള്ളവർ സംസാരിക്കാറുള്ളൂ. ദേ എന്നാൽ അവർ, വിവേകമുള്ളവർ. ഓൺലി എന്നാൽ മാത്രം. ടോക്ക് എന്നാൽ സംസാരിക്കുക. ഓസ്പിഷ്യസ് എന്നാൽ ഗുണകരമായ. തിങ്സ് എന്നാൽ കാര്യങ്ങൾ. ഓസ്പിഷ്യസ് തിങ്സ്, ഗുണകരമായ കാര്യങ്ങൾ. He added, "My brother is dead and lies among those ashes." He added, അവൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. My brother is dead, എൻ്റെ സഹോദരൻ മരണപ്പെട്ടു. And lie, മരണപ്പെട്ട് കിടക്കുന്നു. ഇവിടെ ലൈ എന്നാൽ കിടക്കുക എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ലൈസ്, കിടക്കുന്നു. എമങ് എന്നാൽ ഇടയിൽ എന്നുള്ള അർത്ഥമാണ്. ആഷസ് എന്നാൽ ചാരം എന്നുള്ള അർത്ഥമാണ്. ദോസ് ആഷസ്, ആ ചാരങ്ങൾക്കിടയിൽ എൻ്റെ സഹോദരൻ മരണപ്പെട്ട് കിടക്കുന്നു. ബിക്കോസ് ഹി ഡിഡ് നോട്ട് നോ വെൻ ടു ബി സൈലൻറ്റ്. ബിക്കോസ് കാരണം, അങ്ങനെ മരണപ്പെട്ട് കിടക്കാനുള്ള കാരണം. ഹി ഡിഡ് നോട്ട് നോ, അവന് അറിയില്ലായിരുന്നു. ഹി ഡിഡ് നോട്ട് നോ, അവന് അറിയില്ലായിരുന്നു. വെൻ ടു ബി സൈലൻറ്റ്, ഏതു സമയത്ത് മൗനത്തിലായിരിക്കണം എന്ന് അവന് അറിയില്ലായിരുന്നു. അത് കാരണമാണ് അവൻ മരണപ്പെട്ടത്. ഐ ഡു നോട്ട് വിഷ് ടു ലിവ് ഹിയർ നൗ. വിഷ് എന്നാൽ ആഗ്രഹിക്കുക എന്നുള്ള അർത്ഥമാണ്. ഐ ഡു നോട്ട് വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നില്ല. ടു ലിവ്, ജീവിക്കാൻ. ഹിയർ എന്നാൽ ഇവിടെ, നൗ എന്നാൽ ഇപ്പോൾ. ആ തത്ത പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗുഡ് ബൈ മാസ്റ്റർ, ഹി സെഡ് ആൻഡ് ഫ്ലൂ അവേ. മാസ്റ്റർ യജമാനനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഹി സെഡ്, അവൻ പറഞ്ഞു. ആൻഡ് ഫ്ലൂ അവേ എന്താണ്? ഗുഡ് ബൈ. മാസ്റ്റർ യജമാനനെ വിളിച്ച് ഗുഡ് ബൈ പറഞ്ഞു, എന്നിട്ട് അവൻ പറന്നുപോയി. ഫ്ലൂ അവേ എന്നാൽ പറന്നുപോയി എന്നുള്ള അർത്ഥമാണ്. ഫ്ലൈ എന്നാൽ പറക്കുക, ഫ്ലൂ പറന്നു. The man realized the wisdom of the Charlie. The man realized, realize എന്നാൽ ബോധ്യമാകുക. The man realized, ആ പുരുഷൻ യജമാനന് ബോധ്യമായി. The wisdom of the Charlie, wisdom എന്നാൽ വിവേകം. ചാർലിയുടെ വിവേകത്തെ പറ്റിയിട്ട് അദ്ദേഹത്തിന് ബോധ്യമായി.